നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ ഈ സൃഷ്ടിയുടെ ഞരക്കം, നമ്മുടെ ഉള്ളിലെ ഞരക്കം, നമുക്ക് സംഭവിക്കാൻ പോകുന്ന ആ മഹത്വകരമായ അനുഭവം, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നു. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ തന്നെ ഒരു കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. എല്ലാവർക്കും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നില്ല. എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വരും. എല്ലാം രണ്ട് കണ്ടീഷൻസാണ് പറയുന്നത്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ദൈവത്തെ സ്നേഹിക്കുന്നവരെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഹൃദയംഗമായി മറ്റെന്തിനേക്കാൾ ഉപരിയായി നമ്മുടെ രക്ഷിതാവായ കർത്താവിനെ സ്നേഹിക്കുന്നത്. അതാ യേശു കർത്താവ് പറഞ്ഞു, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവർ എനിക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ മറ്റെന്തിനേക്കാളും നമ്പർ 1 പ്രയോറിറ്റി നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തോടാണ് എന്നുള്ളവർക്ക് ക്ലെയിം ചെയ്യാൻ, അതാണ് നമ്പർ 1 കണ്ടീഷൻ. നമ്പർ 2 എന്താണ്? ദോസ് ഹു ആർ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ്, തൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോരുത്തരെയും വിളിച്ചതിന് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. അതുകൊണ്ടാണ് ദൈവം ദൈവകൃപയിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. ആ പദ്ധതിക്കായിട്ട് നമ്മുടെ ഇഷ്ടത്തിനല്ല, കർത്താവേ നിൻ്റെ ഹിതത്തിനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, നിൻ്റെ പർപ്പസ് എൻ്റെ ജീവിതത്തിൽ ഫുൾഫിൽ ചെയ്യണമേ, പൂർത്തീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഉള്ളപ്പോഴാണ് ആ കണ്ടീഷൻ നമ്പർ 2. ഇത് രണ്ടും ഉള്ളവർക്കാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.